കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് 1976 ലൈംഗികാതിക്രമ വീഡിയോകൾ. സിറ്റിംഗ് എംപിയും ഹാസനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ നിരവധി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു ഈ വീഡിയോകളുടെ ഉള്ളടക്കം. വീഡിയോ പ്രചരിക്കുന്നതിന് മുന്നേ നാടുവിട്ട പ്രജ്വൽ കീഴടങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാളെ പിടികൂടാൻ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താണ് പ്രജ്വലിനെ കുടുക്കിയ അശ്ലീല വീഡിയോ വിവാദം? ആരാണ് പ്രജ്വൽ? വയസ്സ്, JDSലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP. ഇത്തവണയും വിജയിച്ചാൽ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരേണ്ട മെക്കാനിക്കൽ എഞ്ചിനീയർ. കർണാടക രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പൻ ദേവഗൌഡയുടെ ഇളമുറക്കാരൻ. വിശേഷണങ്ങൾ അനവധിയാണ് പ്രജ്വലിന്. ലോകസഭയിലെ JDSന്റെ ഏക MP എന്ന ഖ്യാതിയിൽ നിന്ന് 2024 പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രജ്വലിന്റെ വളർച്ചയും വീഴ്ചയും നാടകീയമായിരുന്നു. ഇനി നമുക്ക് പ്രജ്വലിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ബംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് 2014 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടുന്നത്. ഇതിനുശേഷമാണ് പ്രജ്വൽ രാഷ്ട്രീയ പ്രവേശം നടത്തുന്നത്. 2019 JDS സെക്രട്ടറി ആകുമ്പോൾ വെറും 29 വയസ്സ് മാത്രമാണ് പ്രജ്വലിന്റെ പ്രായം. പ്രജ്വലിന്റെ കുടുംബം തന്നെ പാർട്ടിയാണ്. ബന്ധുക്കളെല്ലാം കർണാടക രാഷ്ട്രീയത്തിലെ ആദ്യകായന്മാർ. മുത്തച്ഛൻ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, അച്ഛൻ രേവണ്ണ മുൻ മന്ത്രിയും കർണാടകയിൽ JDSന്റെ തലയെടുപ്പമുള്ള നേതാവും, മുൻ മുഖ്യമന്ത്രിയും JDS സംസ്ഥാന പ്രസിഡന്റുമായ HD കുമാരസ്വാമി പിതൃ സഹോദരൻ, അമ്മ ഭവാനി രേവണ്ണ ഹാസൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, സഹോദരൻ സൂരജ് ഹാസനിൽ നിന്നു തന്നെയുള്ള MLA. 2019 പ്രജ്വൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമ്പോൾ കുടുംബം പക്ഷേ ഒന്നടങ്കം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രജ്വലിനു വേണ്ടി മുത്തച്ഛൻ ദേവഗൌഡ തൻ്റെ സിറ്റിംഗ് സീറ്റായ ഹാസൻ വിട്ടു നൽകുകയായിരുന്നു. ഹാസന് പകരം തുംകൂരുവിൽ നിന്ന് മത്സരിച്ച ദേവഗൌഡ പരാജയപ്പെട്ടു. കുമാരസ്വാമിയുടെ മകൻ നിഖിലും മാണ്ഡ്യയിൽ പരാജയം രുചിച്ചു. ഇതോടെ പാർട്ടിക്കുള്ളിലെ യുവ നേതൃത്വത്തിന്റെ പ്രതീകമായി പ്രജ്വൽ ഇങ്ങനെ മാറുകയാണ്. അനുയായികൾക്കും പഞ്ഞമുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ പിതൃ സഹോദരൻ കുമാരസ്വാമിക്ക് ഒത്ത എതിരാളിയായി വളരുന്നതിനിടെയാണ് പ്രജ്വൽ ലൈംഗികാരോപണ വിവാദങ്ങളിൽ പെടുന്നത്. 2023 തന്നെ ബുദ്ധിമാനായ പ്രജ്വൽ സെക്സ് വീഡിയോകൾ പ്രചരിക്കുന്നത് തടയാൻ അനുകൂലമായൊരു വിധി നേടിയെടുത്തിരുന്നു. ഇതേ വർഷം തന്നെയാണ് പ്രജ്വലിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കി കർണാടക ഹൈക്കോടതി വിധി വരുന്നത്. സ്വത്ത് വിവരങ്ങൾ മറച്ചുവച്ചതിനെ തുടർന്നായിരുന്നു ഇങ്ങനെയൊരു വിധി ഉണ്ടായത്. പിന്നീട് സുപ്രീം കോടതി ഈ വിധി സ്റ്റേ ചെയ്തു. 2024 വീണ്ടും മത്സരിക്കാനിറങ്ങവേ പാർട്ടിക്കുള്ളിലും കുടുംബത്തിലും പ്രജ്വലിനെതിരെ മുറുമുറുപ്പുകൾ ഉയർന്നിരുന്നു. കുമാരസ്വാമി ആയിരുന്നു കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നത്. പ്രജ്വലിന്റെ ലൈംഗികാതിക്രമ വീഡിയോകൾ പരസ്യമായ രഹസ്യമാണെന്ന് മറ്റാരെക്കാളും നന്നായി കുടുംബത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തനിക്ക് ധാരാളം തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ആവർത്തിക്കില്ലെന്നുമുള്ള തുറന്നുപറച്ചിലും പ്രജ്വലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മാത്രം പ്രജ്വൽ പറഞ്ഞില്ല. 2024 പ്രജ്വൽ സ്വയം കുഴിച്ച കുഴി തന്നെയായിരുന്നു ഈ ഒരു തുറന്നു പറച്ചിൽ. പക്ഷെ കാര്യങ്ങൾ പ്രജ്വൽ വിചാരിച്ചതിനേക്കാൾ വേഗത്തിലാണ് നീങ്ങിയത്. പ്രജ്വലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസംതൃപ്തരായ ഒരു വിഭാഗം BJPയുമായി കൈകോർത്ത JDSലുണ്ടായിരുന്നു. ഇതിന് നമുക്ക് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒന്ന് പോയി വരാം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രേവണ്ണയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു BJP നേതാവ് G ദേവരാജഗൌഡ. ഇപ്പോൾ പ്രജ്വലിന്റെ വീഡിയോകൾ പുറത്തിറങ്ങിയതിനു പിന്നിൽ G ദേവരാജഗൌഡയാണെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷന് ദേവരാജഗൌഡ 2023 ഡിസംബറിൽ അയച്ച കത്തും ഇതോടൊപ്പം തന്നെ പുറത്താകുന്നുണ്ട്. പ്രജ്വലിന്റെ വീഡിയോകളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ അടങ്ങുന്ന കത്തിൽ ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് നേതൃത്വത്തോട് ദേവരാജഗൌഡ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJP നേതൃത്വത്തിന് പ്രജ്വലിന്റെ ലൈംഗികാതിക്രമ വിവരങ്ങൾ അറിയാമായിരുന്നു എന്നതിനു കൂടി തെളിവാണ് ഈ കത്ത്. വിവിധ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള നിരവധി സ്ത്രീകളെയാണ് പ്രജ്വൽ ലൈംഗികമായി പീഡിപ്പിക്കുന്നത്. ഈ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവുകൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26 4 ദിവസം മുന്നെയാണ് പ്രചരിക്കുന്നത്.
ഈ സ്ത്രീകൾ എന്നാൽ പ്രജ്വലിൻ്റെ വീട്ടിലെ ജോലിക്കാർ മുതൽ കർണാടകയിലെ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന നിരവധി സ്ത്രീകളാണ് പ്രജ്വലിൻ്റെ പീഡനത്തിന് ഇരയാകുന്നത്. വീഡിയോകൾ പ്രചരിച്ചതോടെ, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രജ്വൽ നാടുവിട്ടു. ജർമ്മനിയിലും ഹംഗറിയിലും അല്ല മസ്കറ്റിലും അഭയം തേടിയെന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതിജീവിതകളുടെ മുഖം മറയ്ക്കാതെയുള്ള ഏതാണ്ട് 100-ലേറെ വീഡിയോകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ 2976 ഫയലുകളിലായി ഏതാണ്ട് 100-ലേറെ അതിജീവിതകളുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ആദ്യം ഇതിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം വന്നു. ഇതിനിടെ പ്രജ്വൽ പ്രതിയായ കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയതിന് പിതാവ് രേവണ്ണയും പോലീസ് പിടിയിലായി. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് ചെറിയച്ഛൻ കുമാരസ്വാമി നിലപാടെടുത്ു. ലൈംഗികാതിക്രമത്തെ തള്ളി അമിത്ഷായും പ്രധാനമന്ത്രിയും രംഗത്തെത്തിയതോടെ പ്രജ്വലിന്റെ ഭാവി എന്താകുമെന്ന് ഇനി കണ്ടറിയണം. കർണാടകത്തിലെ JDS-ന്റെയും